തുടങ്ങാം അല്ലേ? സാംസ്കാരിക മണ്ഡലത്തിൽ കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റം ഒളിഞ്ഞും തെളിഞ്ഞും സജീവമായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ തികച്ചും ചരിത്രപരമായിട്ടുള്ളൊരു ദർശനമില്ലാത്ത ഒരു പ്രസ്താവന സംഗീത നാടക അക്കാദമിയുടെ പരിപാടിയിലുണ്ടായത്. അമേച്വർ നാടക പ്രവർത്തകർ ടിക്കറ്റ് വയ്ക്കാതെ പണം വാങ്ങാതെ നാടകം കളിക്കുന്നതുകൊണ്ടാണ് ഇന്നത്തെ നാടകത്തിൻ്റെ അപജയത്തിന് കാരണമെന്ന്. എനിക്ക് അതിനോടനുബന്ധിച്ച് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഈ അടൂർ ഗോപാലകൃഷ്ണൻ ഈ കോർപ്പറേറ്റുകളുടെ ഒരു ചട്ടകമായിട്ടാണ് അത്തരത്തിലുള്ളൊരു സംഭാഷണം പുറത്തേക്ക് വന്നിട്ടുള്ളത്. അദ്ദേഹം ഈ സിനിമകൾ പിടിക്കുമ്പോൾ ഗവൺമെൻറ്റിൽ നിന്നും പറ്റിയിട്ടുള്ള സബ്സിഡികളെല്ലാം നമ്മളുടെ എല്ലാം ഈ ടാക്സിൽ നിന്നല്ലേ സബ്സിഡികൾ വാങ്ങിയിട്ടുള്ളത്. അത്ര ഉദാത്തമായിട്ട് സംസാരിക്കുന്ന ഒരു സിനിമാ പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമാണ് അടൂർ ഗോപാലകൃഷ്ണൻ എങ്കിൽ ഇത്രയും കാലം അദ്ദേഹം ഗവൺമെൻറ്റിൽ നിന്ന് പറ്റിയിട്ടുള്ള സബ്സിഡി മുഴുവൻ ഗവൺമെൻറ്റിലേക്ക് തിരിച്ച് അടച്ചുകൊണ്ട് വേണം മാന്യത കീപ്പ് ചെയ്യാനായിട്ട്. അല്ലാതെ നാടകം കളിക്കുന്നത് ആരും വെറുതെ ഒന്നല്ല. അവനവൻ ഓരോ നാടക പ്രവർത്തകൻ്റെയും വീട്ടിൽ ചിലവഴിക്കുന്ന പണത്തെ സ്വരൂപിച്ചുകൊണ്ട് നാടകത്തിനോടുള്ള പ്രണയം കൊണ്ടാണ് അമേച്വർ തിയേറ്ററിലെ നാടക പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനെതിരെ കോർപ്പറേറ്റുകളുടെ പണം പറ്റിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന നടത്തുന്നത് സാംസ്കാരിക മണ്ഡലത്തിൽ ലജ്ജാകരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയിട്ടുള്ളത്.